നമസ്കാരം, ഞാൻ ഡോക്ടർ കാർത്തിക. ഭയങ്കര മുടി കൊഴിച്ചിൽ, എത്ര ഉറങ്ങിയിട്ട് ക്ഷീണം മാറുന്നില്ല, ഭയങ്കര കൈകാല് വേദന, ബാക്ക് പെയിൻ, ഭയങ്കര ലോ എനർജി, ഒട്ടും ഒരു മൂഡില്ല, ഭയങ്കര ആങ്സൈറ്റി, മൊത്തത്തിലൊരു സുഖമില്ല. ഇതൊക്കെയാണോ നിങ്ങളുടെ പ്രശ്നം? അങ്ങനെയാണെങ്കിൽ വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിലൊരു എനർജി കുറവും, ഫ്രീക്വൻ്റ് ഇമ്മ്യൂണിറ്റിയെ ബാധിച്ച് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസും ഒക്കെ വരാനും, പിന്നെ നമുക്ക് കൈകാല് വേദന, ഭയങ്കര ക്ഷീണം, ഉറക്കക്കുറവ്, മുടി കൊഴിച്ചിലൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ സപ്ലിമെൻറ്റേഷൻ മസ്റ്റായിട്ട് എടുക്കുക. നിങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്യണം? വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള സൺലൈറ്റ് കൊള്ളുക. സൺലൈറ്റ് നന്നായിട്ട് കൊള്ളുക. രാവിലെ ഒരു 7 മണി തൊട്ട് 10 വരെ, ഒരു 11 വരെയുള്ള സൺലൈറ്റ് കൊള്ളുക. പിന്നീട് ഉച്ച കഴിഞ്ഞിട്ടുള്ള സൺലൈറ്റ് കൊള്ളാതിരിക്കുക. സൺലൈറ്റ് കൊള്ളുന്നതിൻ്റെ കൂട്ടത്തിൽ വൈറ്റമിൻ ഡി കൂടുതലുള്ള ഫുഡ് അല്ലേ, നമ്മുടെ മത്സ്യങ്ങൾ, നമ്മുടെ അയില, മത്തി, ചൂര, സാൽമൺ പോലത്തെ മത്സ്യങ്ങൾ ഉൾപ്പെടുത്തുക. മുട്ട, എഗ് യോക്കൊക്കെ ഉൾപ്പെടുത്തുക. പിന്നെ നമ്മുടെ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള സിറിയൽസിൻ്റെ അതൊക്കെ ഉണ്ടാവും. പിന്നെ മഷ്റൂംസ്, സൺലൈറ്റ് എക്സ്പോസ്ഡ് ആയിട്ടുള്ള മഷ്റൂംസിലൊക്കെ നല്ല വൈറ്റമിൻ ഡി ഉണ്ട്. പിന്നെ ഫോർട്ടിഫൈഡ് സിറിയൽസിൻ്റെ ഗീ ബട്ടറൊക്കെ, പിന്നെ ഫോർട്ടിഫൈഡ് ഡയറി പ്രൊഡക്ട്സ് ആയിട്ടുള്ള മിൽക്ക്, ചീസ്, അതെല്ലാം ഉൾപ്പെടുത്തുക. അതിലൊക്കെ വൈറ്റമിൻ ഡി ഉണ്ട്. പിന്നെ നല്ല ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ സപ്ലിമെൻറ്റേഷൻ മസ്റ്റായിട്ട് എടുക്കാൻ മറക്കരുത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യാനും മറക്കരുത്. വൈറ്റമിൻ ഡിയെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. താഴെ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക, ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്ക്.